ഈ ഡ്രസ്സൊക്കെ സെറ്റാണ്. നീ പറഞ്ഞ പോലെ കളർ കോഡ് റെഡ് അല്ലേ എല്ലാവർക്കും? എന്താണ് ജിന്നു, ഞാൻ പറഞ്ഞതല്ലേ റെഡ് തന്നെയാണ്. ഭർത്താക്കന്മാർക്ക് ഗ്രീനും നമുക്ക് റെഡ്. അത് പൊളിച്ച്. ഹസ്ബൻഡ്സിന് കളർ കോഡ് ഉണ്ടാ? ഓക്കെ ഓക്കെ. എടി ഞാൻ എൻ്റെ റെഡ് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഭർത്താക്കന്മാരെല്ലാരും ഗ്രീൻ. അത് ഞാൻ എപ്പോഴാണ് അറിയണത്. അത് നല്ല കോമ്പിനേഷൻ കേട്ടാ, റെഡും ഗ്രീനും സൂപ്പർ. ഞാൻ അറിഞ്ഞില്ല ഗ്രീൻ ആണെന്ന്. എടി നീ അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നാ ഹസ്ബൻഡ്സ് ഒക്കെ ഗ്രീൻ ഇട്ട് വരണമെന്ന്? ചിന്നു ചിന്നു ചിന്നിനോ ചിന്നിനോ ഉറങ്ങിയില്ലേ? കുർത്ത പറ്റൂ? കുർത്ത എന്തിന്? പച്ച കുർത്ത. പച്ച കുർത്തേ? ജീൻസിന്റെ കൂടെ, ബ്ലൂ ജീൻസിന്റെ കൂടെ പറ്റുമായിരിക്കും. ഇതിപ്പോ എന്റെ അടുത്ത് ചോദിക്കണെന്തിന്? അല്ല, പാർട്ടിക്ക് പോവാൻ. പാർട്ടിക്ക് പോവാനാ? ഏത് പാർട്ടി? റീയൂണിയന്റെ പാർട്ടി. ചേട്ടാ എന്തോന്ന് ചേട്ടാ? ചേട്ടാ കല്യാണത്തിനല്ലേ പോണത്? കല്യാണത്തിന് പോവാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ചുമ്മാ ചേട്ടാ, എന്ത് നമ്മളെല്ലാം പറഞ്ഞ് തീരുമാനാക്കിയല്ലേ ചേട്ടാ. ഞാൻ അവളെയും കൊണ്ടാണ് പോണത്. എന്ത് ചേട്ടാ? ഞാൻ വെളിയിലല്ലേ നീ. ചേട്ടാ ചേട്ടാ മാമൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ? മാമനെ ഒറ്റയ്ക്ക് വിടണ്ടോ? പിന്നെ പിങ്കി വയ്ക്കോളൂ. പക്ഷെ പിങ്കിയെ ഞാൻ കൊണ്ടുപോവല്ലേ. പിങ്കി നീ കൊണ്ടുപോകണമെങ്കിൽ കൊള്ളാം. പിന്നെ പിങ്കി അവിടെ ചെന്ന് ഒരുപാട് വാരി വലിച്ച് തിന്ന് നിന്നെ നാണം കെടുത്തു. അത് ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷെ എങ്കിലും കൊച്ചുകുട്ടിയല്ലേ ചേട്ടാ, അവളടുത്ത് പറഞ്ഞു. അവൾ ആഗ്രഹിച്ചു പോയി കാണും. അവൾ റെഡ് ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അവൾക്ക് സദ്യയും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആയിരിക്കുവാണെന്ന്. മോശമല്ലേ അവളെ പറ്റിക്കണത്? പിന്നെ ഒരു കാര്യമുണ്ട്, അവളെ വാറിയാൽ അവളവിടെ പോയി വളവളാന്ന് സംസാരിച്ച് എല്ലാരെ പറ്റി കുറ്റമൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പോയി പറയും. അത് ഞാൻ നോക്കിക്കോളാം അവളങ്ങനെ പറയാതെ. നീ PSC ഒക്കെ എഴുതിയിട്ടും കിട്ടാതെ നീ പൊട്ടി തോറ്റി കിടക്കണമെന്നൊക്കെ അവടുത്ത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലേ? ഇപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് പറയണ പോലാണ് എനിക്ക് തോന്നണം കേട്ടോ. ചേട്ടാ മാമനെ കല്യാണത്തിലൊക്കെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ മാമ അവിടെ പോയി അടിച്ച് പാമ്പായിട്ടിരിക്കും. ഒരാൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടേ? പിങ്കിക്ക് പോയാൽ പറ്റൂ? ചേട്ടനെ പറ്റുള്ളൂ മാമനെ പിടിച്ചു നിർത്താൻ. അവന്റെ വയസ്സായ ഒരാളുടെ ഇനി കൺട്രോൾ ചെയ്യണത്. പിന്നെ കുടിച്ച് നശിക്കട്ടെന്ന അവിടെ? അത് നാണക്കേടല്ലേ? കുടുംബക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അച്ഛനോളൊരു പ്രായമായില്ലേ, ഇനി വലുതാകുമ്പോ ചീത്തായി പോകുന്നു പറയാൻ പറ്റൂലല്ലോ. ചേട്ടാ ചുമ്മാ തർക്കിക്കാതെ ചേട്ടാ, എനിക്ക് ഉറക്കം വരണമാണ്. തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ ഫിറോസിന്റെ കാർ എടുത്തോണ്ട് പോവാം. ചേട്ടാ എനിക്ക് റീയൂണിയന് പോകണം. ഞാൻ രാത്രി ഒരുപാട് നേരം ഉണർന്നിരുന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പ് വീഴും, എന്റെ സൗന്ദര്യമൊക്കെ പോകും. അവരൊക്കെ നല്ല ഗ്ലാമറുള്ള ആൾക്കാരാണ്. എന്റെ കഷ്ടപ്പാടൊന്നും എനിക്ക് അവരെ അറിയിക്കാൻ താല്പര്യമില്ല. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ആപ്പിൾ ജ്യൂസ് വല്ലതും വേണോ? എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി ചേട്ടാ. അത് പറ്റുമോ? മക്കളെ പങ്കൂട്ട എന്തൊരു പരിപാടി, എന്തിനാണ് നീ ദേശത്തിരിക്കുന്നത്? ഗെയിം കളി ആളെ അടിപൊളി. ഇത് കൊള്ളാമോ? എന്നാ പിടി. എന്റെ പൊന്നങ്ങളെ അടുക്കള ഏൽപ്പിക്കാനുള്ളത് അപ്പച്ചേരി കൊടുത്താൽ മതി. അടുക്കള ഏൽപ്പിക്കാനുള്ള അല്ലെങ്കിലോ? പിന്നെ നീ തുറന്ന് നോക്ക. എന്താണ്? അയ്യോ ലഡു ജിലേബി. താങ്ക് യു. വേറെ വല്ല വേണോ? വേറെ വല്ല വേണോ? ഇപ്പൊ വേണ്ട, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. കഴി, നല്ലോണം കഴി. കൊള്ളാം. നീ നേരെ അങ്ങോട്ട് കഴിയാ. വലിയ ബേക്കറിന്നോ? പിന്നെ ഇവിടെ വന്ന് പിന്നെ അവിടെ നല്ലേ വാങ്ങിക്കുള്ളൂ. മക്കളെ പങ്കൂട്ടാ, മക്കൾ വേണമെങ്കിൽ ഉണ്ണിയപ്പൂന്റെ കൂടെ ഞായറാഴ്ച കല്യാണത്തിന് പൊയ്ക്കോ. ഞായറാഴ്ച കല്യാണത്തിന് പൊയ്ക്കോ. നടക്കൂല നടക്കൂല. എടി എന്തടി? അത് ഞാൻ അപ്പച്ചേക്ക് വാക്ക് കൊടുത്തു. ഞാൻ അപ്പച്ചേരിയുടെ പോവാന്ന്. നോക്കണം. അത് പോട്ട്, മക്കള് പോട്ട്. അത് അങ്കിള് പൊയ്ക്കോളാം. അങ്കിള് പോണത് അപ്പച്ചേക്ക് ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നണത്. അവർക്ക് ഇഷ്ടപ്പെടൂല. അങ്കിളെ അവര് വിളിച്ചപ്പോഴേ സ്റ്റെഫി ആന്റി വിളിച്ചപ്പോഴേക്കും അങ്കിളിനെ കൊണ്ടുവരണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞാണ്. പക്ഷെ എന്തുകൊണ്ട് അപ്പച്ചി അത് മറച്ചു വെച്ചു? എന്താണോ എന്തോ ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും സെറ്റ് ചെയ്തോളാം. മക്കൾ എന്തായാലും ഉണ്ണിയപ്പൂന്റെ കൂടെ കല്യാണത്തിന് പോകണം കേട്ടോ. പറ്റൂല നിനക്ക് പറ്റും. നീ പോയിട്ട് വാ. പറഞ്ഞ ശരിയാവില്ല. പോവില്ലേ?
നീ ലഡു കണ്ടില്ല, ജിലേബി കണ്ടു, തേങ്ങ കണ്ടു. സിസ്റ്റർ, എനിക്ക് ലഡു നിങ്ങൾ ആ പറഞ്ഞോണ്ടാ. ഓക്കെ. ആ റെഡ് അല്ലേ, അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തോന്ന് ചേട്ടന്റെ ഡപ്പാൻ കുത്ത? ആ ചേച്ചി പണ്ട് എപ്പോഴും ചേട്ടൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതൊക്കെ എത്ര വർഷമായി? അയ്യേ പുള്ളി ഇപ്പൊ വെറും സീരിയസ് ആണ്, ഡാൻസ് ഒന്നും കളിക്കൂല. പാട്ടാ ബെസ്റ്റ്, സ്റ്റേജ് പോലും വരൂല ഞാൻ പറഞ്ഞേക്കാം. അയ്യോ ഞാൻ പറഞ്ഞു നോക്കി ചേട്ടന്റെ അടുത്ത്, എത്ര പ്രാവശ്യം പറയണം, ഇല്ല അടുക്കളില്ല, വരൂല എന്നാണ് പറയണത്. അവിടെ ആരെയും പരിചയമില്ല. എന്തിന് സ്റ്റെഫി വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്റ്റെഫി അത് ആരാണ്, പിന്നെന്തോ ഞാൻ പറയാം. എടി നിനക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കാം, എന്തായാലും പുള്ളി സമ്മതിക്കൂല, അതെനിക്ക് ഉറപ്പാണ്. പിന്നല്ലാതെ ഞാൻ നോക്കാം. ആ ശരി, ഓക്കെ. എന്റെ ചേട്ടന്റെ ടപ്പാങ്കുത്ത് കാണും. എന്ത് ചെയ്യും ഇവിടെ? അങ്ങനെ ചേട്ടടുത്ത് പറയൂ. കള്ളി പരമ ചിന്നു, നിന്റെ ഒടുക്കത്തെ പൊസീവ്നെസ് ആണല്ലേ ഇത്, ശരിയാക്കി തരാടി. എപ്പ വന്ന്? ഞാൻ ഇപ്പൊ വന്നതല്ലടി, ഞാൻ ഒരു തീരുമാനം അറിയിക്കാൻ വന്നത്. ഒരു തീരുമാനം അറിയിക്കാൻ വേണ്ടി വന്നത്. എന്തോ തീരുമാനം? ഞാൻ അച്ഛൻ്റെ കൂടെ കല്യാണത്തിനോണ്ടി. ഓ നീ പിങ്ങിയും കൂടെ റീയൂണിയനോ? പെട്ടെന്നൊരു മനമാറ്റം. പെട്ടെന്നുള്ള മനമാറ്റമല്ലേ, ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് അവിടെ ആരും അറിയണം, ഞാൻ വെറുതെ വന്നവിടെ പോസ്റ്റ് ആവണം എന്തിന്? നിന്റെ റീയൂണിയന് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാം? നീ പറഞ്ഞല്ലേ കറക്റ്റ്, ചുമ്മാ നിന്റെ റീയൂണിയൻ വന്നിട്ട് അവിടെ ആരെയും അറിഞ്ഞും കൂടെ. ഞാനെക്കാളും ഞാൻ അവിടെ കല്യാണത്തിനോ? അപ്പൊ അന്ന് ഞാൻ സ്റ്റെഫിയെ പറ്റി പറഞ്ഞപ്പോ ചേട്ടൻ ഇത്ര നീളത്തെ വർണ്ണിച്ചതാ അവളെ. ഏത് സ്റ്റെഫി? ഏത് സ്റ്റെഫിയാ? സ്റ്റെഫി അറിഞ്ഞൂടെ? സ്റ്റെഫി ഞാൻ പറഞ്ഞേ? ചേട്ടല്ലേ സ്റ്റെഫിയെ ഭയങ്കരമായിട്ട് വിവരിച്ചൊക്കെ പറഞ്ഞു തന്നു. ഞാൻ വിവരിച്ചല്ലേ, ഞാൻ ഉറക്കപ്പെടാതെ എന്തോ പറഞ്ഞാണ്ടി. ഞാൻ അങ്ങോട്ട് നടന്നു നോക്കിയപ്പോണ്ട് എനിക്ക് ആരെയും ഓർമ്മ പോലും പറഞ്ഞില്ല. അപ്പൊ കല്യാണത്തിന് പോകാൻ പോണോ? പിന്നല്ല, ആ കല്യാണത്തിനാണ്. മറ്റേ നീ പോയിട്ടോ? ശരി പോട്ടോ? പറ്റോ? എവിടെ കല്യാണത്തിന്? ഇപ്പഴയാ? അല്ല ഇപ്പൊ അങ്ങോട്ട് പോണ, വെളിയിലോട്ട്. അങ്ങനെ ശരി. മോശമായി പോയില്ലേ, നിങ്ങൾക്ക് ആരെ ഓർമ്മയില്ലെന്ന് പറയണം. നമ്മൾ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയല്ലോ. അല്ല അപ്പൊ ഇനിയിപ്പോ റീയൂണിയന് കൊണ്ടുപോയതോ പ്രശ്നം? പിങ്കി മാമനോട് കല്യാണത്തിന് പോട്ട്